അയ്യപ്പനായരെ, അയ്യപ്പനായരെ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയേ. 2 ദിവസത്തിനകം ആനയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ കിട്ടൂല. ദൈവമേ, ആചാര്യ ഭാര്യയുടെ കിഴി. അച്ഛനെ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. മിണ്ടരുത്, മിണ്ടരുത്. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആചാര്യ ഭാര്യയുടെ. അയ്യപ്പനായരെ, ഇങ്ങോട്ട് ഇറങ്ങി വരി. ആഹാ, രാഘവൻ നായരോ? അല്ല, ആനയുടെ കാര്യം ഇന്ന് നടക്കും. മോക്കൊരു കാര്യം നോക്കണ്ടേ? പിന്നെ പറ്റിയ 2-3 കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട്. ആ. ഏത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉദ്യോഗം, ബിസിനസ്, ഗൾഫ്. ഗൾഫ് വേണ്ട, ഗൾഫ് വേണ്ട. വേണ്ട, ഗൾഫ് വേണ്ടി വേണ്ട. വേണ്ട. അല്ല, മോളുടെ നക്ഷത്രം എന്താ? കാർത്തിക. അല്ല, പേരല്ലേ വെച്ചേ നക്ഷത്രം? രണ്ടും ഒന്ന് തന്നെയാ. പേര് തന്നെ അവളുടെ നക്ഷത്രവും. അയ്യോ പാവം. അങ്ങനെ വരുന്നത് ഭാഗ്യാണ്. ആഹാ, ഇതാരാ? നമസ്തേ. ആദ്യമായിട്ട് കാണുക. മോളെ അച്ഛനെ വിളി. അച്ഛാ, അച്ഛാ. ഓ കഴിഞ്ഞു. ഒരു സ്ഥലത്തേക്ക് മുമ്പ് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പുറകെ വിളിക്കരുത് വിളിക്കരുതെന്ന്. എന്താ 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 എന്താന്ന്? ഒന്നുമില്ല. നടക്കൂ. എന്നാ വരട്ടെ, ഇനിയും കാണാം. പേര് പറഞ്ഞു. എന്റെ പേര് പരശുരാമൻ. ഞാൻ ഇവിടെ ആശാന്റെ കൂടെ ഞാൻ ഇതുവഴി വരാം. അയ്യോ ചതിച്ചു. ദുശകുനം. ദാ വരുന്നു കൊല്ലത്തി പാറു. ആ മാധവി തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതെന്ന് നശിച്ചു. നല്ല ശകുന. ഇത് അങ്ങനെയല്ലടോ. പെശകാണ. ഓ, തമ്പ്രാൻ രാവിലെ തോട്ടിയും വടിയാട്ട് എങ്ങോട്ടാണ്? പടിഞ്ഞാറ പറമ്പിൽ കുറച്ച് കോമാങ്ങ നിൽക്കുന്നുണ്ട്. അത് പൊട്ടിക്കാൻ പോവാ. എന്താ വരുന്നുണ്ടാ? അല്ല, ഇവരെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതെ, എന്റെ ആശാനാ, കളരി ആശാൻ. ഞാനും കളരി പഠിച്ചോണ്ടിരിക്കുക. വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഓ, എനിക്ക് ആനയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അയ്യപ്പനായരെ, ഇവിടെ വരും. ചക്ക, ആശാനെ ഞാൻ വേറൊരു അർത്ഥത്തിലല്ല. ഞാൻ നിനക്കെന്നെ അറിയില്ല. അയ്യപ്പനാശാൻ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ കാടയും കൊക്കൊക്കെ പോരെ? അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച അങ്ങനെയാ. എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട. നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പിടുത്ത് നിറന്തലുണ്ട്. അതാണ്ടല്ലോ. അടിയാ സൗകര്യം പോലെ അടിച്ചോളൂ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന്. അയ്യോ, ഭയങ്കരം തന്നെ. അയ്യപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ. അത് ശരിയാകും നായരെ. നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടത്. അതോർത്ത് അയ്യപ്പനായർ വിഷമിക്കണ്ട. നാരായണ നമ്പ്യാരും അല്പസ്വല്പമൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കി തരും. നോയിക്കോളൂ, എന്നെ കാണുമ്പം നാരായണ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ടായി? അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ട്. കേട്ടതുകൊണ്ടാ? കുട്ടിശങ്കരനെയും ശ്രീലക്ഷ്മിയെയും വിറ്റ് ചെലവ് കഴിക്കേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിൽ ആനയെ തന്നെ വേണം നിർബന്ധാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹല്ലേ? നിറയെ കുഴിയാനകള്. സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ. ആനയെ കൊണ്ടു ചെന്നില്ലെങ്കിൽ സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ, അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ? അല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചോണ്ട് ഒരാന. മിണ്ടിപ്പോകരുത്, കടന്നു പോ മുന്നീന്ന്. ക്ഷമിക്കണം, അങ്ങക്ക് ആശാനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ. ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ, ആന ചൂണ്ടി. പട്ടി ചൂണ്ടിയായിരുന്നു. ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. കടന്ന് പോടാ. തൃപ്തിയായില്ലേ? ഞാൻ അങ്ങനെ ഒരു അടുപ്പറിയാലോ, അത് നശിപ്പിച്ചല്ലോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. പാടില്ല. മിണ്ടാൻ പാടില്ല. പാടില്ല. അത് പുതിയൊരു അറിവാ. ഇതെങ്ങനെ തിന്നും കുടിച്ചും
കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് ആനയെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവൻ നായരെ. ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം 1 മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോഴിയിറച്ചി കിട്ടുന്ന ഹോട്ടലിന്റെ പേരെന്താ? ത്രിവേണി ഹോട്ടൽ. അല്ലല്ല, സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി ഇല്ലേ? അതല്ല, പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടല്? അതെ, അത് പെരുമ്പാവൂരാണെന്ന് സ്റ്റാർ ഹോട്ടല്. നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ അതെ, പെരുമ്പാവൂരുള്ളത്? അത് ത്രിവേണി ഹോട്ടല്. ഇങ്ങനെ തർക്കം പറയാ പരശുരാമ, നമ്മൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട. കാട ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ, അത് ചാലക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? പരശുരാമൻ എന്നോട് തർക്കിക്കണ്ട. ഞങ്ങൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. നിർത്ത്. തിന്ന ഞാൻ പറഞ്ഞു വന്നത് എന്റെ ആനയുടെ കാര്യ. അതെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ 5 ആനയുണ്ട്. എത്ര? 5. അതിലൊന്ന് നമുക്ക് കിട്ടും. കിട്ടുമോ രാഘവൻ നായരെ? നിങ്ങൾ പിടയ്ക്കാതിരിക്കും അയ്യപ്പനാശാന്. കിട്ടാതെ എവിടെ പോവാനാ? ഈ ആടിനെയും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന? മാത്രല്ല, നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ? 1 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യക്ക് ഈ മാതിരി 2 എണ്ണം കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന വില പറയും. 1 ലക്ഷം റുപ്യയിൽ ഒറ്റ പൈസ കുറച്ച് തരില്ല. സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതാ തിരുമേനി. 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. ലോൺ എടുത്ത് വല്ല ആടിനെയോ പശുവിനോ മേടിക്കണോ? ആനയെ വാങ്ങിക്കാൻ ആര് പറഞ്ഞു? തിരുമേനി ഇവിടെ ആടിനെയും പശുവിനെയും കൊടുക്കാറുണ്ടാ? ഇറങ്ങി പോടോ. ഇനി ഒരു രക്ഷയില്ല. വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ. 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് തൃപ്പൂണിത്തുറ എത്താം. അവിടെ പാരീസ് ഹോട്ടലിൽ ചെന്ന് ഓരോ ബിരിയാണി അടിച്ച് നമ്മൾ നേരെ ചെല്ലുന്നു. അയ്യോ, അത് പാരീസ് ഹോട്ടലല്ലേ ആശാനെ? ആസാദ് ഹോട്ടൽ. അല്ല, ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാ. പാരീസ് ഹോട്ടൽ പരപ്പനങ്ങാടിയിലല്ലേ? ആസാദാണ് തൃപ്പൂണിത്തുറ. പരശുരാമൻ എന്നോട് തർക്കിക്കരുത്. ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാണ്. ഈ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റൂല. അത് ആസാദ് ഹോട്ടലിലാണ്. അല്ലാതെ ആശാന്റെ അല്ല, എനിക്ക് തെറ്റ് വരില്ല. പാരീസ് പാരീസ് പാരീസ്. ആസാദ് ആസാദ് ആസാദ്. ഡയറി പോലും വേണ്ട, തലേനെ അടിച്ചു പൊട്ടിക്കും. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എന്താ രാഘവൻ നായരെ? എന്താന്ന്? ഇപ്പൊ പോണം. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി ആനയെ കൊടുക്കാനുണ്ടെന്നുള്ള പരസ്യം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടിടി. അറിഞ്ഞ സ്ഥിതിക്ക് ഉടനെ പോണെന്ന്. ഇപ്പഴാ? പോയി ഷർട്ടിടി. എന്താ എങ്ങോട്ട് പോകുന്നു? ആരെയാ ചത്തത്? നിന്റെ അച്ഛൻ. അയ്യോ, രാഘവൻ നായരെ ഒന്നും നേരെയാണോ? പറഞ്ഞില്ല, നേരല്ല. ഇന്നലെ ഷർട്ട് ഇവിടെ എടുത്ത് ഒന്ന് പായസം നിങ്ങൾക്ക് അതിന്റെ വേണമെന്ന് ഗൗരവം പറഞ്ഞതാ. മനസ്സിലാവില്ല. ഈ ദുഃഖം കാരണം കൊടുത്തില്ല. ഞാനും വരുന്നു. ആ കാശ് കൊണ്ടല്ലേ മുഴുവൻ അവിടെ കൊണ്ട് ചെലവാക്കും. പറ്റില്ല, ഞാനും വരുന്നു. നീ ആരുടെ കാര്യം പറയണേ? എന്റെ അച്ഛന്റെ ശവം കാണണം. അയ്യോ, ഷർട്ടും ഞാൻ കാശും. വരുന്നു. എന്റെ അച്ഛൻ ചത്തു. അയ്യോ, നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ല പറഞ്ഞത്, ആനനെ വാങ്ങണ കാര്യ. ഇയാളെ ആരുടെ മറ്റേ നോക്കിയാണോ? പറഞ്ഞ പകിട്ടൊന്നും ഞാനക്കില്ല. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും. അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കണ്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കൂന്ന്. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? वो बहुत कम हो गया. अच्छा, ഈ വിലക്ക് കിട്ടില്ല. നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്ക് സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 റുപ്യ 50 പൈസയാ. ഇതങ്ങോട്ട് വാങ്ങൂ സാറേ. വാങ്ങിക്കൂ സാറേ. പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. ബൈ. ദേദോ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ. ആനയെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ രാഘവൻ നായർ ആനയെ വാങ്ങി തന്നിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ വിലക്ക് ആനയെ കിട്ടിയോ? എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനയാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. എന്തിനാ മനുഷ്യക്കോലാക്കണ്? അത് ആനയുടെ കോലത്തിൽ തന്നെ നോട്ടേ.
താൻ അവിടെ ഇരുന്ന് പ്രസംഗിക്കാണ്ട് ഒന്ന് തേച്ച് തന്നെ. അതൊന്നും എന്റെ പണിപ്പെട്ടതല്ല. ചീപ്പ് റേറ്റിന് ഒരു ആനേനെ മേടിച്ചെന്നിട്ട് ഇത് തേച്ചും തരാ ഞാൻ. അതൊക്കെ പാപ്പാമാരെ പണിപ്പെട്ടതാ. പാപ്പാനാ? വേഗം തേച്ചൂടിയേ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്ക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. മനസ്സിലാമ ചെയ്തോളൂ. മനസ്സിലാമ കർമ്മം ചെയ്യൂ. അർത്ഥേന്ദ നിമിഷം പരാഗപറ്റം ഏവം ധൂർധൂര വേവം കാന്തി അർത്ഥേന്ദു ബിംബം സുഖസപ്തയാമം ഏവം ഇവം വിനായകം പ്രീതിം പ്രാപ്തിപരാഹം ഏവം എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി ആനക്കിട്ട് കാറ്റിട്ടുണ്ട്. അതെ അതെ കുറച്ച് മാരെങ്ങടെ? ആന ദൂരം ഒന്നാലും കാണാം. ആരോ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക. ഇത് നമ്മൾ വാങ്ങിയ ആനയല്ലേ. അങ്ങോട്ട് നീങ്ങ്. നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കി കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കൂ, നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആനയെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. ഛെ, അതൊക്കെ പഴഞ്ചൻ പേരല്ലേ. നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ആ, ഡിംപിൾ കബാഡിയ. പറ്റൂടോ. അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തുഹോത്രി? രതി അഗ്നിഹോത്രി എന്ന്. അയ്യപ്പനാർക്ക് വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും എന്നാ തോന്നുന്നത്. അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ് ചേച്ചി എന്റെ ഒരു നല്ലൊരു പേരുണ്ട്, മോൻ പറഞ്ഞോട്ടെ. മിസ് ഫമീല. നല്ല പേര്. ആനയ്ക്ക് പറ്റിയ പേര്. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും. ഇവിടെ നിന്നോട്ടോ മോളെ, നിനക്ക് ഞാൻ എന്ത് പേര് ഇടണ്ടേ? നോക്കൂ, ഞാനൊരു പേര് പറയട്ടെ. എന്നാ പറ. ശ്രീവിദ്യ. എന്താ? ശ്രീവിദ്യ. ശ്രീവിദ്യ. ഉം. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ആനയ്ക്ക് പറ്റിയ പേര് തന്നെ, ശ്രീവിദ്യ. ചേച്ചി നല്ല പേര്, സമ്മതിച്ചിരിക്കുന്നു. ഞാനും ആ പേര് പറയണമെന്ന് എന്നെ വിചാരിച്ച്